വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഒരു ലാർജ് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് ഞാൻ എടുത്തത്. നമുക്ക് കുറച്ച് റാപ്സീഡ് ഓയിലാണ് വേണ്ടത്. പിന്നെ തൈം ആണ് ഞാൻ എടുക്കാൻ പോണേ. Salt to taste and oregano. Thyme oregano ഏതെങ്കിലും ബ്രാൻഡിന്റെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ ഞാൻ പീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ ഓൾറെഡി കട്ട് ചെയ്ത് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തത്. ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തത്. അത്രയും വലുതും വേണ്ട, അത്രയും ചെറുതും വേണ്ട. ഇനി ഇതിന്റെ മാരിനേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഇടാൻ പോവാണ്. റാപ്സീഡ് ഓയിലാണ് ഇടാൻ പോണേ. ഒരു 1.5 ടേബിൾ സ്പൂൺ. ഇനിയിപ്പോൾ ഒറിഗാനോ ഇടാൻ പോണേ. 1 ടേബിൾ സ്പൂൺ. 1/2 ടേബിൾ സ്പൂൺ തൈം. ഒരു 1 ടീസ്പൂൺ സോൾട്ട്. ഇനി ഇത് മിക്സ് ചെയ്യാൻ പോവാണ്. നല്ലപോലെ കോട്ടാവണം. ഇതിന് നല്ലപോലെ കോട്ടായി. ഇനി ഇത് നമുക്ക് 15 മിനിറ്റ്സ് മാറ്റി വയ്ക്കാം. അപ്പൊ ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ ഈ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് നിഞ്ചയുടെ എയർ ഫ്രയർ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ ഞാൻ ഇന്ന് എയർ ഫ്രൈ ഓപ്ഷൻ ആണ് ഉപയോഗിക്കാൻ പോണത്. സ്വീറ്റ് പൊട്ടാറ്റോ നമുക്ക് എയർ ഫ്രൈ ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് ബേക്കും ചെയ്യാം അവനിൽ, അല്ലെങ്കിൽ ഇങ്ങനെയും ഉണ്ടാക്കാം. ഇത് കുറച്ചുകൂടി ഹെൽത്തിയർ ഓപ്ഷൻ ആണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഉണ്ടാക്കുന്നത് ആണ് കാണിക്കാൻ പോണത്. അപ്പം നമുക്ക് കാണാം. ഇത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഞാൻ ഇനി ഇതിൽ ഇടാൻ പോവാണ്. അപ്പൊ ഇതിന്റെ ടെമ്പറേച്ചർ നമുക്ക് കൂട്ടാം കുറയ്ക്കാൻ ചെയ്യാം. ഞാൻ കൂട്ടാൻ പോവാണ്. 200. ടൈം ഞാനൊരു 20 മിനിറ്റ്സ് ആണ് വെക്കാൻ പോണേ. ഇനി ഈ സ്റ്റാർട്ട് ബട്ടൺ ഞെക്കിയിട്ട് നമ്മൾ ലിഡ് ക്ലോസ് ചെയ്യാൻ പോവാ. ഇനി ഇത് നമ്മൾ വെച്ച ടൈമിൽ ആയിക്കോളും. അപ്പോൾ ഗൈസ്, നമ്മളുടെ എയർ ഫ്രൈഡ് സ്വീറ്റ് പൊട്ടാറ്റോ റെഡിയാണ്. വിതിൻ 20 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. എയർ ഫ്രൈയിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബേക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോയുടെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.
അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.